നമ്മുടെ മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള സുധാകരൻ്റെ ഒരു ഇന്റർവ്യൂ മാതൃഭൂമിയുടെ ഓൺലൈനിൽ കാണുകയുണ്ടായി. ഗംഭീര ഇന്റർവ്യൂ ആണ്. അത് നല്ല ഇന്റർവ്യൂ ആണ്. ബിജു പങ്കജ് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരി നല്ല മനോഹരമായിട്ട് തനിക്ക് പറയാനുള്ളതെല്ലാം നല്ല ഭാഷയിൽ പറഞ്ഞു വെച്ചു. അതിനകത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞല്ലോ, 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ 60 കൊടുക്കണം മാടിൻ്റെ അവസ്ഥയല്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ ആർക്കും എന്തോ മത്സരിക്കാൻ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം പറയുന്നു. അല്ല, 70 വയസ്സ് കഴിഞ്ഞവരെ കശാപ്പ് ചെയ്ത് ഇറച്ചി കളിക്ക് തൂക്കി വയ്ക്കാനുള്ളതല്ല എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം കുറേ കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് വേറൊരു കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട്. ഞാനിത് MA ബേബിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പുള്ളി പറയുന്നത് ആലപ്പുഴയിൽ 9 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ എവിടെ നിന്നാലും ഞാൻ ജയിച്ചു പോകും. അതും മുമ്പെങ്ങും ഇല്ലാത്ത ഭൂരിപക്ഷത്തോടെ 50,000 വോട്ടിനാണ് പുള്ളി ജയിക്കേണ്ട മണ്ഡലമായിരുന്നു അമ്പലപ്പുഴ. ഇപ്പൊ അവിടെ നിന്ന് ജയിച്ചു വന്ന MLAക്ക് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അയാൾ മാക്സിമം പ്രയത്നിച്ചാൽ അത്രേ കിട്ടൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അല്ല, ജീവസാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യസന്ധനാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ, അദ്ദേഹത്തിന് ഇരട്ട മുഖമില്ല പല CPM നേതാക്കളുള്ള പോലെ. എന്താണോ മനസ്സിലുള്ളത് വിളിച്ചു പറയും. വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വിശദമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും, പ്രധാനമായിട്ടും ശബരിമലയാണ് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പിണറായി സർക്കാർ 2 ടേമായിട്ട് 10 വർഷമാകുന്നു. അതിൽ ഒന്നാം പിണറായി സർക്കാർ ഉണ്ടാക്കി കൊടുത്ത വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം കൊണ്ടാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. അതെ, അത് പക്ഷേ എങ്ങും പറയുന്നില്ല. മാത്രമല്ല, നമുക്ക് ഇപ്പം സുധാകരൻ നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതി അതിന്റെ നാട്ടിലെ പദ്ധതി കൊല്ലുമ്പോൾ ഉദ്ഘാടനത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല. അല്ല, അന്ന് അത് വലിയ വിഷമത്തോടെ അദ്ദേഹം എനിക്ക് പറയുന്നുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം പറഞ്ഞ 3 വകുപ്പുകളെയാണ് പുള്ളി പറഞ്ഞത്. ഒന്ന് പൊതുമരാമത്ത്, അതായത് 1ാം പിണറായി സർക്കാരിലെ പൊതുമരാമത്തും വിദ്യാഭ്യാസവും സിവിൽ സപ്ലൈസും. ഈ 3 വകുപ്പുകൾ മാത്രമാണ് കാര്യക്ഷമമായിട്ട് അന്ന് പ്രവർത്തിച്ച. ആ 3 വകുപ്പുകളുടെ പ്രയോജനം കൊണ്ടാണ് വീണ്ടും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പം സിവിൽ സപ്ലൈസ് സി ദിവാരനല്ലായിരുന്നു, മറ്റേ അത് CPIയുടെ മന്ത്രിയാണ്. C രവീന്ദ്രനാഥ് ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയും. അപ്പം ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വികസനം ഉണ്ടായത്. അത് പറഞ്ഞത് 2006-ൽ VS-ന്റെ കാലത്ത് LDF മന്ത്രിസഭ വന്നെങ്കിൽ പോലും വികസനമുണ്ടായ മന്ത്രിസഭ എന്ന് പറയുന്നത് 2016-ലെ മന്ത്രിസഭയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം ബിജു പങ്കജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പിൽ KK ശൈലജയുടെ കാലത്തെയും വീണ ജോർജിൻ്റെ കാലത്തെയും കൂടെ താരതമ്യം ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് KK ശൈലജയുടെ വിജയം മാത്രമല്ല അതെന്നാണ് പറഞ്ഞത്. ഈ ലോകത്തിൻ്റെ ലോക ശ്രദ്ധയിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വന്നെങ്കിൽ അത് അന്നത്തെ മുഴുവൻ മിനിസ്റ്റേഴ്സിൻ്റെയും കഴിവുകൊണ്ടാണ്. അല്ല, ആരോഗ്യവകുപ്പിന് മാത്രം ഒറ്റയ്ക്കൊന്നും ഞാൻ കഴിയില്ലല്ലോ. ഈ ഇത്രയും ഏകോപനം വേണ്ടി വന്ന വകുപ്പ് വളരെ അപൂർവം. ഉദാഹരണം പറഞ്ഞാൽ പുള്ളിയുടെ ജില്ലയെ മൊത്തം കോവിഡിൻ്റെ കാര്യത്തിൽ പുള്ളിയാണ് ഇതെല്ലാ കാര്യങ്ങളും നോക്കിയതെന്നാണ്, ഏകോപിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് ഒരിക്കലും അവരുടെ ഒരു നേട്ടമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ്. അപ്പം ഇതിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ 2-3 പോയിന്റുകളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് വളരെ മോശമായിട്ട് കഴിഞ്ഞ 5 വർഷം വളരെ രൂക്ഷമായ സൈബർ ആക്രമണം പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടേണ്ടി വന്നു. അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു. അക്കാര്യത്തിൽ അദ്ദേഹം ഒളിച്ച മാർച്ചൊന്നും വെച്ചില്ല. അപ്പം അതിനകത്തൊരു ലോക്കൽ കമ്മിറ്റി മെമ്പർ മിഥുൻ്റെ പേര് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അയാൾ സുധാകുരൻ എന്ന് 2 തവണ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ആരും എതിർത്തില്ല. പുള്ളിയുടെ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. പച്ചമലയാളത്തിൽ പുള്ളി പറയുന്നതാണ്. ആരും അത് എതിർത്തില്ല. എന്നോട് കാണിച്ച അന്യായം കേരളത്തിലുള്ള ഒരാൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആലപ്പുഴയിൽ നിന്നല്ല, ഒരാൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന എന്നാണ് അദ്ദേഹം പറയുന്നത്. സുധാകരൻ്റെ വലിയ പ്രത്യേകത അറിയാം, അദ്ദേഹം വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. ഒരു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, 2 മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും കുറഞ്ഞ തുക മന്ത്രി ചെലവഴിച്ച ഒരാൾ പുള്ളിയാണ്. സ്വന്തം കാര്യങ്ങൾക്ക് ഔദ്യോഗിക വസ്തു മോടി പിടിപ്പിക്കുക, വാഹനം വാങ്ങുക, പ്ലെയിനിൽ പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും ചുരുങ്ങിയ പൈസ ആയത് സുധാകരൻ്റെ ജീവിതത്തിലാണ്. ഈ പൊതുമരാമത്തിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, മുഹമ്മദ് റിയാസ് MLA ആയ കുറേ മന്ത്രിയായി. ഞാൻ 50 വർഷം കഴിഞ്ഞ MLA ആയത്. 1964-ൽ പാർട്ടിയിൽ വരുന്ന സമയത്ത് മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അപ്പം 96-ലാണ് ഞാൻ ആദ്യമായിട്ടൊരു MLA ആകുന്നത് എന്നാണ് അദ്ദേഹം. 2006 പുള്ളി മന്ത്രിയാവും. മാത്രമല്ല, മറ്റു വിചിത്ര കാര്യം കൂടെ ഉണ്ട്. സുധാകരൻ എത്രയും ജൂനിയറാണ് തോമസ് പോലുള്ള ആളാണ്, ടീച്ചറൊക്കെ. അവരെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗമായി. സുധാകരായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം സംസ്ഥാനത്തിൽ പോലും ഇല്ലല്ലോ. ഇല്ല, അത് വേണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. അദ്ദേഹം കമ്മിറ്റി ആവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു തോന്നുന്നു. എന്തായാലും
സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരെക്കാളും സീനിയറാണ് അദ്ദേഹം. പുള്ളിക്ക് പറയാനുള്ളതെല്ലാം പുള്ളി വ്യക്തമായിട്ട് പറയുന്ന കൂട്ടത്തിൽ പുള്ളി ഈ ടേം വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ടേം എന്ന് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് പുള്ളി എടുത്തു പറയുന്ന 2 പേരെ കാര്യമുണ്ട്. നിങ്ങൾ ഈ 2 ടേമൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെ തോമസ് ഐസക് എങ്ങനെയാണ് പത്തനംതിട്ട പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. 2 ടേം എല്ലാവരും പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ബാധകമാണ്. അയാൾ എങ്ങനെയുള്ളൂ. ഈ ആരിഫ് എങ്ങനെ വീണ്ടും മത്സരിച്ചതെന്ന് പുള്ളി. അപ്പോൾ പുള്ളി പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത് ഒരിക്കലും ടേമോ പ്രായമോ അല്ല പറയേണ്ടത്. ഈ അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ മാറി നിൽക്കും. അങ്ങനെയാണല്ലോ, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. അതിന് ഈ വളഞ്ഞ വഴി വേണ്ടെന്നാണ്. അല്ല, ഈ കോൺഗ്രസ്സിലോ കൊണ്ടായിരുന്നു പെട്ടിയെടുപ്പ് സംസ്കാരവും ഈ ശിങ്കടികളെ വളർത്തുന്ന രീതിയൊക്കെ വളരെ ഇപ്പം മാസ്റ്റർ പാർട്ടിയിലും ഉണ്ട്. അതൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് എന്നെ നേതാവാക്കണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആളെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിക്കുക, ഇതെല്ലാം ഈ പരിപാടികളെല്ലാം ഉണ്ട്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് സുധാകരൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ അന്നത്തെ വലിയൊരു പ്രത്യേകത എക്സാമിൻ്റെ ചുമതല എപ്പോഴും സുധാകരനായിരിക്കും. ഞങ്ങൾ പറയും ലോകത്ത് എന്ത് സംബന്ധിച്ച പരീക്ഷ മാറ്റിയേക്കില്ല. സുധാകരനായതുകൊണ്ട് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നുകൊണ്ട് കൃത്യമായിരിക്കും പരീക്ഷ കൃത്യമായിട്ട് നടത്തിക്കും. അതെല്ലാ കാര്യങ്ങളും ആ പരീക്ഷയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. കാരണം അദ്ദേഹം നല്ല വായിക്കുന്ന അറിവുള്ള ഈ അക്കാഡമിക് ഒരു രീതിയുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നതിൽ പിന്നീട് വലിയ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ സുധാകരൻ ഏറ്റവും മികച്ച സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ പുള്ളി പറയുന്ന വേറൊന്ന് PR വർക്കിൻ്റെ കാര്യം പറയാം. PR വർക്കിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടെങ്കിൽ ഒരു PR വർക്കിൻ്റെ ആവശ്യമില്ല. ഒരു PR വർക്ക് എന്ന് പറയുന്നതിനെ പുള്ളി വളരെയധികം ഇകഴ്ത്തി പറയുന്നുണ്ട്. അതിനൊപ്പം പുള്ളി നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പുള്ളി നടത്തുന്നുണ്ട് അതിനകത്ത്. അതായത് പുള്ളിയോട് ഏറ്റവും അധികം സ്നേഹമുള്ളത് പിണറായി വിജയനും VS അച്യുതാനന്ദനുമാണ്. കാരണം VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ ഫൈറ്റർ എന്നാണ്. യു ആർ എ ഫൈറ്റർ. ഒരു ഫൈറ്റർക്ക് ഒരിക്കലും പ്രായമാകുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഫൈറ്റ് നിർത്തുന്നുമില്ല. ഈ VSൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് VSൻ്റെ പിന്നെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രധാന രഹസ്യം അദ്ദേഹം ഒരു ഫൈറ്ററാണ്. അദ്ദേഹം ഇനി ഏത് പദവി ഇരുന്ന് അദ്ദേഹം ഫൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ജോലി. ആ ഫൈറ്റർക്ക് അസുഖം വരില്ലെന്ന്. ആ ഫൈറ്ററോട് വീട്ടിൽ പോയി ഇരുന്ന് മാനസിക രോഗം പിടിച്ച് വീട്ടിൽ കിടന്ന് ചത്തുപോകാൻ പറയരുതെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴും എൻ്റെ സിരകളിലൂടെ പിന്നെ രക്തം ഒഴുകുന്നു. ഈ രാഷ്ട്രീയത്തിൻ്റെ രക്തം ഒഴുകുന്നേ. പിന്നെ ഈ ശബരിമല വിഷയം പുള്ളി പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഇല്ലാതെ പോയതുകൊണ്ടാണ്, അതായത് ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞത ഇല്ലാതെ പോയതുകൊണ്ടാണ് ശബരിമലയിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ഇത് തെങ്ങിലും കവുങ്ങിലും ഒരേ തിലാപ്പെട്ട് കടന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ശബരിമല വിഷയം അങ്ങനെ ആയിരുന്നില്ല ഒരു നോക്കേണ്ടിയിരുന്നത്. അല്ല, അത് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ 2016 ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരനായ PS പ്രശാന്തിനെ ആരൊക്കെയോ ചേർന്ന് വലിച്ചിവിടെ കൊണ്ടുവന്ന പുറകെ അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ഈ പ്രസിഡന്റ് ആക്കിയതിനു ശേഷം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇതേ ഇന്റർവ്യൂവിൽ പ്രശാന്തിന്റെ തലയ്ക്കാണ് വെക്കുന്നത്. അപ്പം അത് സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനമായിരുന്നു എന്ന് പുള്ളിക്ക് അറിയില്ല. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഈ പ്രശാന്താണ്. അതിന്റെ മുഴുവൻ കുഴപ്പത്തിന് ഉത്തരവാദി പുള്ളിയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നാണല്ലോ VSന്റെ മന്ത്രിസഭയിൽ. അപ്പം പണ്ട് തന്ത്രിമാരുടെ ആസനത്തിൽ കുന്തം കയറ്റണമെന്ന് പറഞ്ഞ ആളാണ് പുള്ളി. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഈ കണ്ഠരര് രാജീവരുടെ വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ്. കണ്ഠരര് രാജീവരുടെ വിഷയത്തിൽ ആ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, അദ്ദേഹത്തോട് അനീതി കാണിച്ചെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് കുറ്റക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹം കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതെ. പിന്നെ പുള്ളി പറയുന്നത് കോടതികൾക്ക് തെറ്റുപറ്റാം, കോടതികളും അത് തിരുത്തേണ്ടതായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പം ശബരിമല വിഷയത്തിൽ അതുപോലെ എല്ലാ വിഷയവും പുള്ളി പരാമർശിക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെ കയറ്റിയില്ലേ യുവതീ പ്രവേശനം. ഈ യുവതീ പ്രവേശനത്തിൽ ഈ 3 യുവതികൾക്ക് മാത്രം എന്തായിരുന്നു ഇത്ര വലിയ വാശി ഇവിടെ കയറണം? ഒരു വിശ്വാസികൾ പോലും അല്ലല്ലോ. അല്ല, ഒരു വിശ്വാസിക്കാണെങ്കിൽ അധികം ആഗ്രഹമുണ്ട് എനിക്ക് അവിടെ പുത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാം. ഇത് ഒരു വിശ്വാസിയല്ലാത്ത ആരാധക ജീവിതം നയിക്കുന്ന ആളുകളെ കൊണ്ട് അവിടെ എന്തർത്ഥത്തിൽ കയറ്റി? കയറ്റിയത് ശരിയായില്ലെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ട് വയ്ക്കുന്നത്. ഈ പോലീസിന് യൂണിഫോം ധരിച്ചാണ് കൊണ്ടുവന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ കുറ്റമാണത്. അപ്പം അതിനൊപ്പം ഈ പറയുന്ന തന്ത്രിയെ കുടുക്കിയതാണെങ്കിൽ തന്ത്രിയോട് കാണിച്ചത് ശരിയല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ശബരിമല ദേവസ്വം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ശബരിമല പോയി പുള്ളി കയ്യും കെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ട് തൊഴുന്നില്ല? ഈ വാസവൻ മിനിസ്റ്റർ തൊഴുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു വാസവൻ തൊഴുന്നില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, വാസവൻ എന്തുകൊണ്ടാണ് തൊഴാത്തതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ പുള്ളി പറഞ്ഞു വെക്കുന്നത്. വാസവൻ തൊഴുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം വാസവൻ നേരത്തെ തൊഴുന്ന ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത്, എനിക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ പോയി തൊഴുന്നില്ല,
മോസ്കിലും ക്രിസ്ത്യൻ പള്ളിയിലും ഒന്നും ഞാൻ തൊഴാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എന്തിന് അമ്പലത്തിൽ പോയി തൊഴണം? പുള്ളി പറയുന്നത് നിയമസഭയിൽ ആരോ ഉപക്ഷേപം കൊണ്ടുപോകും, KC ജോസഫ്. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത, ശബരിമലയിൽ പോയി തൊഴാത്ത ദേവസ്വം മന്ത്രി സുധാകരൻ രാജിവെക്കണം. ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന കാലം 2006 ദേവസ്വം മന്ത്രി, 2006 VS മന്ത്രിസഭയാണ്, അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉപക്ഷേപം കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടിയാണിത്. ഞാൻ മുസ്ലിം പള്ളിയിൽ പോയി നിസ്കരിക്കാറില്ല, ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കുർബാന കൊള്ളാറില്ല, പിന്നെ ഞാൻ എന്തിന് ഇവിടെ പോയി തൊഴണം? നിങ്ങൾക്ക് അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇല്ല എന്ന് പുള്ളി ഒരു മറുചോദ്യം ചോദിച്ചെന്നാ പറയുന്നത്. അല്ല, അത് സത്യമാണല്ലോ. ഒരാൾ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പിണറായിയോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പുള്ളി സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്തി, 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി. ശിവശങ്കരനെ പിന്നെ എന്താ വഞ്ചകൻ വർഗ വഞ്ചകനെന്നോ എന്തോ വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ച പിന്നെ പിണറായിക്ക് വേണ്ടി നിയമസഭയിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞത് ഞാനാണെന്നും, അപ്പം ഞാനും പിണറായിയും തമ്മിൽ നിലവിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പിന്നെ അഭിനന്ദിച്ചു. അതാ, അത് എന്തോ ഒരു ചോദ്യം ചോദിച്ചു, പുള്ളി ഉടനെ തന്നെ ഉത്തരങ്ങളെല്ലാം റെഡിയാക്കി അപ്പം തന്നെ അവിടെ പറഞ്ഞു വെൽ ഡൺ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതേ നല്ല മിടുക്ക അക്കാഡമിക്കാണ് ബേസിക്കലി. അത് വലിയ ഗുണമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അത് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചു മിടുക്കനായി വന്നതിന് ശേഷമാണ്. അദ്ദേഹം ശബരിമല എന്ന കൊള്ളകൾക്ക് മൊത്തം കാരണം അവിടുത്തെ സർവീസ് സംഘടനകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജീവനക്കാരും സർവീസ് സംഘടനകളും അറിയാതെ അവിടെ ഒരു പരിപാടി നടക്കുകയില്ല. കാരണം ഇവരിതെല്ലാം അറിയുന്നുണ്ട്. ഇവരെന്നാൽ ദേവസ്വം കമ്മീഷണറെയോ മിനിസ്റ്ററെയോ അറിയും. മിനിസ്റ്റർക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല. പുള്ളി പറയുന്നുണ്ട് മിനിസ്റ്റർക്ക് ഒരു ഉത്തരവാദിത്തമില്ല. മിനിസ്റ്ററെ അറിയിക്കേണ്ട ഇവിടെ എല്ലാ പാർട്ടിയുടെയും സർവീസ് സംഘടനകളുണ്ട്. ഒരാളും ഈ സംഭവം അവരെ അറിയിക്കാറില്ല, മന്ത്രി അറിയിക്കാറില്ല. അതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് ഈ കൊള്ള. ഈ കൊള്ള നടക്കുമ്പോൾ ഇവരെ അറിയിക്കേണ്ടതായിരുന്നു. പിന്നെ ഈ യൂണിയൻ നേതാക്കളും അവിടുത്തെ ജീവനക്കാരും ഇത് അറിയുന്ന സ്ഥിതിക്ക് മറ്റുള്ളവരെ അറിയിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സുധാകരൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തല്ലണ്ടടുത്ത് തല്ലിയിട്ടുണ്ട്, തഴുകേണ്ടടുത്ത് തഴുകേണ്ടിട്ടുണ്ട്, തലോടിയേണ്ടടുത്ത് തലോടിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അസന്ധിതമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. സീറ്റ് കൊടുത്ത് അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്ന കാര്യം നമുക്ക് കണ്ടറിയണം. കാരണം ഈ ഇൻ്റർവ്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് പറയുന്നതാണെന്ന് തോന്നിയാൽ ഇൻഡയറക്റ്റായിട്ട് പുള്ളി പലരെയും അതിനകത്ത് നന്നായിട്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സീറ്റ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.